ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകാദശി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്, അപ്പോൾ രാത്രിയാണ് കേട്ടോ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. കാരണം ഏകാദശിയുടെ അന്ന് രാത്രി നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. കാരണം ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഓട്ടോക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പിന്നെ അന്ന് പോകാനാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ, നല്ല തിക്കും തിരക്കിലും പെടണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അന്ന് പോയില്ല. അപ്പോൾ പിറ്റേ ദിവസവും ഈ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അതുപോലെ തന്നെ ഈ ഒരു ഗുരുവായൂരിലെ വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്. റോഡിൻ്റെ രണ്ട് സൈഡിലും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു നാടോടി സംഘങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ ഏകാശിക്കാലമായപ്പോൾ അവർ വന്നിട്ടുള്ളതാണ്. പലവിധ കച്ചവടങ്ങളും ഉണ്ട്. അപ്പോൾ വണ്ടിക്കൊന്നും ചെല്ലൊന്നും അകത്തേക്ക് പോകാനൊന്നും ആ ഒരു വഴിയിൽ പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ ലച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് വന്നിട്ട് തന്നെ ആ തിക്കിലും തിരക്കിലും പെട്ടിട്ട് പിന്നെ ഈ ഇങ്ങോട്ട് വരാനേ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറുതായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ അത് നിർബന്ധിക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കുറച്ച് കുറവ് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകാദശിയുടെ അന്നത്തെ പോലെ നമ്മൾ ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ അമ്പലത്തിൻ്റെ അവിടെ ആ ഒരു കുളത്തിൻ്റെ ഭാഗത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കാം, വാങ്ങിട്ട് തന്നെ പോവാം.
യന്ത്രോഞ്ഞാലും മരണക്കിണറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ കുറവാകും. ഇന്ന് ശ്രീകുട്ടനെ ഒന്ന് കയറ്റിയിരുത്താം, എനിക്ക് വേണമെങ്കിൽ ഒന്ന് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ കാല് കുത്താനേ സ്ഥലമില്ല. അപ്പോൾ ഇന്നിങ്ങനെ തിരക്കാണെങ്കിൽ ഏകാദശിയുടെ എന്തായിരിക്കും തിരക്ക്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങോട്ടും കൊണ്ട് ഇണക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാനൊരു മുക്കിലിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ശ്രീകുട്ടനെ കോളിഫ്ലവറിൻ്റെ അത് പൊരിച്ചെടുത്തു. പിന്നെ മുളകുപൊടി മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങളുണ്ട് പോന്നു കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് പൊരിയും നോക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കരിമ്പും മേടിച്ചു. പിന്നെ നമ്മൾ എല്ലാതും ടേസ്റ്റ് ഒക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ടേസ്റ്റ് നോക്കിയിട്ടാണ് വാങ്ങിക്കണത്. അപ്പോൾ അവർ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ചിരിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോൾ കുറച്ച് റേറ്റ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഐസ്ക്രീം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീട്ടിൽ ലച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ കഴിക്കുന്നത് അതൊക്കെ വീട്ടിൽ വാങ്ങിയിട്ട് വരണം എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പനിയൊക്കെ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛന് ഭയങ്കര ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്കറിയാം ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 കോണ്ടോപ്പും പിന്നെ വേറെ 4 വേറെ തരം ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത്. ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ ഒന്ന് ബട്ടറിൻ്റെ 2 എണ്ണവും പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ 2 എണ്ണമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഒന്ന് അമ്മായിക്ക് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് ആ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കൊല്ലത്തെ ഏകാദശി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത കൊല്ലം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏകാദശി ദിന വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ.